വാർത്തകൾ വിശദമായി. ഭിന്നത വ്യക്തമാക്കി പി ജെ ജോസഫ്. 2 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും, മത്സരിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നിഷയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ലെന്നും ജോസഫിന്റെ ഒളിയമ്പ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കാനിരിക്കെയാണ് വിഭാഗീയത വ്യക്തമാക്കി പി ജെ ജോസഫ് രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിനു പുറമെ ചാലക്കുടി സീറ്റാണ് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയ പി ജെ ജോസഫ് 2 സീറ്റ് എന്ന ആവശ്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, എന്നും കേരള കോൺഗ്രസ് യോജിച്ച കേരള കോൺഗ്രസ് 2 സീറ്റെങ്കിലും ഉണ്ടായിരുന്നു. പാർട്ടി പിന്നിച്ച് 2 വയസ്സായപ്പോൾ 2 മുന്നണിയിൽ ഓരോ സീറ്റ് യോജിച്ച പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യം കൊണ്ട് 2 സീറ്റ് കിട്ടേണ്ടതെന്നാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഖ്യമന്ത്രിയുടെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരിക്കാനുള്ള ആഗ്രഹവും പി ജെ ജോസഫ് വെളിപ്പെടുത്തി. ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്നും മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു ജോസഫിന്റെ പ്രതികരണം. അതേസമയം കോട്ടയത്ത് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും പി ജെ ജോസഫ് കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് നിഷ ജോസ് കെ മാണിയും പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. തനിക്ക് പാർട്ടിയിൽ അംഗത്വം പോലുമില്ലെന്നും എന്നാൽ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുമാണ് നിഷയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഘടകകക്ഷികൾക്ക് അധിക സീറ്റെന്ന ആവശ്യം നിറവേറ്റാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന UDF കൺവീനർ ബെന്നി ബെഹനാൻ. ദേശീയ തലത്തിൽ ഇപ്പോൾ പ്രാധാന്യം കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ വിജയിക്കുക എന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഘടകകക്ഷികൾക്കുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സീറ്റ് വിഭജനം മാനദണ്ഡമായിരിക്കും ഇത്തവണയെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു. മാണിയെയും ജോസഫിനെയും പരസ്പരം പിളർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കോടിയേരി. ചെന്നിത്തല ജോസഫിനെ പിന്തുണയ്ക്കുന്നത് മാണിയെ തളർത്താനാണെന്നും കോടിയേരി പറഞ്ഞു. രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കേരള കോൺഗ്രസ് പിളരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിനെ പിളർക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുന്നണിയിലൊരു കക്ഷി പിളരുമോ, അപ്പോൾ നിങ്ങൾ പിളർന്നാലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞ് KM മാണിയുടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അജണ്ട. കൊല്ലം MP പ്രേമചന്ദ്രനെ പിന്തുണച്ചും അഭിനന്ദിച്ചും BJP ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. മാമൂട് പാർക്കിൽ ഹൈമാക്സ് സ്ഥാപിച്ചതിനാണ് BJPയുടെ അനുമോദനം. പ്രേമചന്ദ്രന് BJP നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് പ്രേമചന്ദ്രന് വേണ്ടി BJPയുടെ വക പരസ്യം. രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ ഒറ്റയടിക്ക് അദാനി ഗ്രൂപ്പിന് തീരെഴുതാൻ കളമൊരുങ്ങുന്നു. തിരുവനന്തപുരം അടക്കമുള്ള രാജ്യത്തെ തന്ത്രപ്രധാനമായ 5 വിമാനത്താവളങ്ങളുടെ ലേല നടപടിയിൽ അദാനി ഗ്രൂപ്പിന് മുൻതൂക്കം. 30,000 കോടി വിലമതിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്കാണ് അദാനിക്ക് ലഭിക്കുക. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന്. അദാനിക്ക് സ്ഥലം വിട്ട് നൽകില്ലെന്ന് മുഖ്യമന്ത്രി. അദാനിക്ക് വിമാനത്താവള നടത്തിപ്പിൽ പരിചയമില്ല. അദാനിക്ക് പരിചയം പ്രധാനമന്ത്രിയുമായാണ്. വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കാൻ നടപടിയെടുത്തത്. അതിലൊന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്കി 5 അദാനിക്കാണ് കിട്ടിയത്. അദാനി ഇതുവരെ രാജ്യത്തൊരു വിമാനത്താവളവും നടത്തി പരിചയമുള്ളവരല്ല. എന്നാൽ നേരത്തെ മുതൽക്കേ രാജ്യത്തിനറിയാം നരേന്ദ്രമോദിയും അദാനിയും ഒക്കെ നല്ല പരിചയക്കാരാണ് എന്നുള്ളത്. ആ പരിചയമല്ലാതെ വിമാനത്താവളം നടത്തിയുള്ള പരിചയം ആ കമ്പനിക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗതയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊന്നും 1000 ദിവസം മുൻപ് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ 5 വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് ലഭിച്ചതിൽ അഴിമതിയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുൻപരിചയം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത് തന്നെ അദാനിയെ സഹായിക്കാനാണെന്നും ലേലം ഉറപ്പിക്കുന്നതിന് മുൻപ് വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെന്ന വാർത്ത പുറത്തു വന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കോടിയേരി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.
വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടു. നടിയുടെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. കൊച്ചി CBI കോടതി ജഡ്ജി ഹണി വർഗീസിനെ വിചാരണയ്ക്കായി ഹൈക്കോടതി നിയോഗിച്ചു. നടിയുടെ ആവശ്യത്തെ എതിർത്ത് ദിലീപ് സമർപ്പിച്ച കക്ഷി ചേരൽ ഹർജി കോടതി തള്ളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. 4-ാം തീയതി ജമ്മുകശ്മീർ സന്ദർശിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് കല്യോട്ട് ഗ്രാമത്തിൽ കോൺഗ്രസ് അക്രമ ഭീകരത തുടരുന്നു. അക്രമങ്ങളെ തുടർന്ന് വീട് വിട്ടു പോകേണ്ടി വന്ന CPM പ്രവർത്തകർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നതിന് ഭീഷണി. മേഖലയിൽ സമാധാന പുനഃസ്ഥാപനത്തിന് നാളെ ഉച്ചയ്ക്ക് 2-ന് മന്ത്രി ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരും. പെരിയ കൊലപാതകത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആരാണ് ഉൾപ്പെട്ടതെങ്കിലും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. Our party has expelled those people who are involved in it, and we have said that whoever from our party is found to be associated with it will take very stringent, strict action. We don't approve of these sort of things. CPM is very clear, and that has already been made clear. പെരിയയിൽ മരിച്ചവരുടെ വീട് സന്ദർശിച്ചാൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ കോൺഗ്രസ് തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായി P. കരുണാകരൻ MP. മരിച്ചവരുടെ വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി താൽപര്യം അറിയിച്ച വിവരം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലിനെ താൻ അറിയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇതുവരെ മറുപടി നൽകിയില്ല. ഇത് മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി മരിച്ചവരുടെ വീട് സന്ദർശിക്കണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. കല്യോട്ട് പ്രദേശത്ത് കോൺഗ്രസുകാർ നടത്തിയ ആക്രമണങ്ങളും കൊള്ളയടിയും പുറത്തറിയാതിരിക്കാനാണ് CPM നേതാക്കൾ കൊലപാതകിയുടെ വീട് സന്ദർശിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നതെന്നും കരുണാകരൻ പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.